ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു റാണി സ്റ്റാർ ഹീലിംഗ് ചാനൽ. ഇന്ന് ഇവിടെ നോക്കുന്നത്, നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്, അതിന് ഡിവൈൻ നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് തരാനുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതെപ്പോഴും ഓർക്കണം. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് 6 ഓഫ് കപ്സ് ഉണ്ട്, 7 ഓഫ് വാൻഡ്സ് ഉണ്ട്, 2 ഓഫ് വാൻഡ്സ് ഉണ്ട്, 6 ഓഫ് സോഡ്സ് ഉണ്ട്, പിന്നെ 7 ഓഫ് കപ്സ് ഉണ്ട്. ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 9 ഓഫ് സോഡ്സ് ഉണ്ട്, 9 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, 7 ഓഫ് സോഡ്സ് ഉണ്ട്, പിന്നെ ക്യൂൻ ഓഫ് വാൻഡ്സ് ഉണ്ട്. ഇത്രയും കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് റീഡിങ് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ കാണുന്നത്, നിങ്ങൾ ചൈൽഡ്ഹുഡിൽ വളരെയധികം സന്തോഷിച്ച കുറച്ച് വ്യക്തിത്വങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു ടെൻഷനും ഇല്ലാതെ കടന്നുപോയ കുറച്ച് നല്ല നിമിഷങ്ങളാണ് നിങ്ങൾക്കത് സമ്മാനിച്ചതെന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും, നിങ്ങൾ യൂത്ത് ആയപ്പോഴേക്കും നിങ്ങൾ കുറച്ച് കരിയറിൽ പിടിച്ച് നിൽക്കാനൊക്കെ ഒത്തിരി സഫർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഓഫീസിൽ നിന്നൊക്കെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്തത് ഒറ്റയ്ക്ക് തന്നെയാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് അതെല്ലാം ഡീൽ ചെയ്തു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ചില കോൺഫ്ലിക്ട്സുകളും വാക്കുതർക്കങ്ങളും ഒക്കെ നടന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ സാഹചര്യത്തിൽ നിന്നൊന്ന് മാറി ഒന്ന് പുറത്തോട്ട് പോയാലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറാനായിട്ട് തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തോട്ട് പോകാനുള്ള ചിന്തയിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ചിലർ സിംഗിൾ പാരൻ്റ് ആയിട്ട് വളർന്നു വന്നതിൻ്റെ ഒരു സാഹചര്യം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുടുംബം മൊത്തം നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടുന്നത് എന്നുള്ളൊരു എനർജി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണെന്നുള്ള ഒരു ഇത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പിന്നെ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു യാത്രയാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. മേ ബി നേരത്തെ കണ്ടതുപോലെ നിങ്ങൾ എബ്രോഡ് പോകാനുള്ള തീരുമാനത്തിലോട്ടാണ് ഇവിടെ നിങ്ങൾ നീങ്ങുന്നതെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളാണ് ഇവിടെ കാണുന്നത്. അവസരങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായ കൺഫ്യൂഷനിൽ കൂടെ നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിവിടെ വളരെയധികം സമാധാനത്തോടെ ചിന്തിച്ച് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം അത് നല്ലൊരു കരിയർ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു അഡ്വൈസ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ വളരെ സഫർ ചെയ്ത് വളരെ അധികം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയി നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സ്ട്രെങ്ത് ഉള്ള ആളുകൾ തന്നെയാണ്. എന്ത് നെഗറ്റീവ് സിറ്റുവേഷനെയും നിങ്ങളുടേതായ രീതിയിൽ വളരെ നന്നായിട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് ഉള്ള ആളുകൾ തന്നെയായിട്ടാണ് ഇവിടെ കാണുന്നത്. വിൽ പവർ ഉള്ള ആളുകൾ തന്നെയാണ്. എന്തിനേയും മെരുക്കിയെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളതായിട്ടൊരു ആത്മവിശ്വാസം നിങ്ങളിൽ തന്നെയുണ്ട്. ഇവിടെ ചിലരും രാത്രിയിൽ പേടിച്ചിട്ട് കൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്, ഉറക്കമില്ലായ്മ, ചിലർ അസുഖങ്ങൾ കൊണ്ട് പെയിൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഓവർ ബേർഡൻ ചുമക്കുന്ന ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്നൊക്കെ നിങ്ങളൊന്ന് മാറി ഒന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഒന്ന് ആൻസൈറ്റിയൊക്കെ ഒന്ന് മാറ്റി, ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റിലാക്സ് ആകുക കേട്ടോ. അതിൻ്റെ ഒരു അഡ്വൈസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞ് പോകുന്ന ഒരു അബണ്ടൻസിലേക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ജോബിൽ നിന്ന് നിങ്ങൾ അബണ്ടൻസിൽ തന്നെയാണ് നിങ്ങൾ പോകുന്നത്. ഇവിടെ ജോബ് കിട്ടും, നല്ലൊരു ജോബ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ജോബിൽ നിന്ന് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കലി ധാരാളം കാശ് സമ്പാദിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇഷ്ടം പോലെ കാശ് സമ്പാദിക്കുന്നുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പ്രോപ്പർട്ടി വാങ്ങുന്നവരുണ്ട്, വീട് വാങ്ങുന്നവരുണ്ട്, വെഹിക്കിൾസ് ഒക്കെ വാങ്ങുന്നവരുടെ എല്ലാവരുടെയും എനർജി ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു അഡ്വൈസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും കണ്ണടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ ചതിക്കാനായിട്ട് കൂടെ നിൽക്കുന്നവർ തന്നെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെയും അങ്ങനെ വിശ്വസിച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കാനാണ് ഇവിടുത്തെ ഒരു അഡ്വൈസ്. പിന്നെ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇത്രയും നാൾ ഒരു ടെൻഷൻ ഒക്കെയുള്ള ബ്ലോക്ക്ഡ് സിറ്റുവേഷനൊക്കെ കടന്നു വന്ന നിങ്ങൾ ഇപ്പോൾ ഒരു സമാധാനമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ് നിങ്ങൾ ചെന്നെത്താൻ പോകുന്നതെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ എല്ലാ ആഗ്രഹ പൂർത്തീകരണങ്ങളും ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പലരും ഇവിടെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പാർട്ട്ണർ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു എനർജിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഫറിങ്സും ഇവിടെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നിങ്ങൾ അങ്ങോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക.
അപ്പോൾ അതിന് ഡിവൈൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്വസ്ഥതയിലും സമാധാനത്തിലോടും എത്തിച്ചേരുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.